ഈ ബോട്ടിൽസൊക്കെ ഇടുന്നത്. നല്ലോണം ഡ്രൈ ആയിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. ആണ് വാഷ് ചെയ്യുന്നത്, സ്റ്റെറിലൈസ് ചെയ്യുന്നത്. വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ദിവസം മുന്നേ ബ്രഷ് പമ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പം ബ്രഷ് പമ്പിൻ്റെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ യൂസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ഞാൻ ഈ ഒരു ബ്രഷ് പമ്പ് യൂസ് ചെയ്യുന്നതിന് മുന്നേയും യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷവും എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത്, സ്റ്റെറിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഒരിക്കലും ആരുടെയും ഫോഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പറയുന്നതല്ല. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിൽ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന മെത്തേഡിൽ വാഷ് ചെയ്യും സ്റ്റെറിലൈസ് ചെയ്യും ചെയ്യുന്നതിന് മുന്നേ ലാക്ടേഷൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പീഡിയാട്രിഷ്യൻ്റെ അടുത്തും ചോദിച്ചതിന് ശേഷമാണ് ഈ ഒരു മെത്തേഡ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ബ്രഷ് പമ്പ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ലാക്ടേഷനെ കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ലാക്ടേഷൻ്റെ അടുത്തൊരു സജഷൻ ചോദിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പീഡിയാട്രിഷ്യൻ, നിങ്ങൾ എന്തായാലും മക്കളെ കാണിക്കുന്ന പീഡിയാട്രിഷ്യൻ ഉണ്ടാവും, പീഡിയാട്രിഷ്യൻ്റെ അടുത്തും കൂടി ഒരു സജഷൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോൾക്ക് കൊടുക്കുന്ന ഈ പാത്രവും സാധനങ്ങളൊക്കെ ഒരു ദിവസം യൂസ് ചെയ്യുന്നതിന് മുന്നേ മോൾക്കായിട്ടൊരു ലിക്വിഡ് ഉണ്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബേബീസിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് ഏതാണെന്ന് വെച്ചാൽ ഇതാ, ഈ ഒരു ബേബി ഹഗ്ഗിൻ്റെ ഒരു പ്രോഡക്റ്റ് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ പോയ സമയത്ത് വാങ്ങിച്ചതായിരുന്നു. ഇതാ, ഈ ഒരു ബേബി ഹഗ്ഗിൻ്റെ ക്ലെൻസറാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നീം എക്സ്ട്രാക്റ്റ്, ആൻറ്റി ബാക്ടീരിയൽ നീം എക്സ്ട്രാക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പാരബൻസോ ഫോസ്ഫറസോ ഫ്ലൂറസെൻറ്റോ ബ്രൈറ്റ്നസോ ഇതൊന്നുമില്ല. പിന്നെ ക്ലീനിങ്ങിനായിട്ട് ഉണ്ടാക്കിയതാണ്. അത് നമുക്ക് മക്കളുടെ ഫീഡിങ് ബോട്ടിൽസ്, അതുപോലെ തന്നെ നിപ്പിൾസ്, പിന്നെ ടീത്തേഴ്സ് ഉണ്ടല്ലോ അത്, ടോയ്സ്, ഫീഡ് ചെയ്യുന്ന എന്ത് എക്സസൈസ് ആയാലും അത്, പാസിഫയേഴ്സ്, കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 മില്ലിയുടെ ഒരു റീഫിൽ പാക്കാണ് വരുന്നത്. ഞാൻ ഇതാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം തീരാനായിട്ടുണ്ട്. ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയാണ് വരുന്നത്, കണ്ടോ, തീരാറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇത് കുറച്ചൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യാറ്. അപ്പോൾ ആദ്യം ഞാനൊരു ഡേയിൽ ഫസ്റ്റ് തന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ലിക്വിഡ് ഇട്ടിട്ട് നല്ലോണം വാഷ് ചെയ്ത് വെക്കും. അതിന് ശേഷം ഓരോ തവണ ഞാൻ മോളുടെ ഈ ഫീഡ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് വാഷ് ചെയ്യുന്ന സമയത്തും സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയായാലും ഏട്ടനായാലും എല്ലാം പറയും, എന്തിനിങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരിക്കലും സ്റ്റെറിലൈസ് ചെയ്യുന്നില്ലേ, പിന്നെ അത് മൂക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നിനും ഉപയോഗിക്കുന്നുമില്ല, അടച്ചു വെക്കുക ചെയ്യുന്നത്, പിന്നെ എന്തിനാ നീ ഇങ്ങനെ എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് മൂക്ക് കൊടുക്കുന്ന കാര്യമാണ്, റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഭയങ്കര ഡൗട്ടാണ് എനിക്കിത് ചെയ്യുന്നത് ശരിയാണോ, ഇങ്ങനെ ശരിയാണോ. എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ കുട്ടിയുള്ള അമ്മമാർക്ക് എല്ലാ കാര്യത്തിലും കൺഫ്യൂഷനായിരിക്കും, എല്ലാ കാര്യത്തിലും ഡൗട്ട്സും ആയിരിക്കും. അതുപോലെ തന്നെയായിരുന്നു എനിക്കും. അപ്പോൾ ഞാൻ സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ ടൈമിലും ഞാൻ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനായിട്ട് തന്നെ കുറേ ടൈം പോകും, എന്നാലും ഞാൻ അതൊന്നും നോക്കില്ല, ഞാൻ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ദിവസം നമ്മൾ മോളെ കാണിക്കുന്ന പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് പോയ ടൈം ഇങ്ങനെ പമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പമ്പ് ഉപയോഗിച്ച് കൊടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയാണ് ഡോക്ടറെ അടുത്ത് ചോദിച്ചത്, ഇങ്ങനെ ഈ ഒരു പമ്പിങ്ങും ബാക്കി സാധനങ്ങളൊക്കെ, പമ്പിങ്ങിൻ്റെ പാർട്സും അതുപോലെ തന്നെ മൂക്ക് കൊടുക്കുന്ന ഫീഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു, നിങ്ങൾ ഒരു ഡേയിൽ എപ്പോഴാണോ ഫസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പമ്പ് യൂസ് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ടും സോപ്പോ ഡിറ്റർജൻറ്റ്, അതായത് മീൻസ് ഈ ലിക്വിഡ്സോ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം ഒരിക്കൽ സ്റ്റെറിലൈസ് ചെയ്യുക. ഫസ്റ്റ് ഒരു ഡേയിൽ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെറിലൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫീഡ് ചെയ്യുന്ന പാത്രം എന്തോ ആയിക്കോട്ടെ, ഒരിക്കൽ ഫീഡ് ചെയ്തതിന് ശേഷം മസ്റ്റായിട്ടും നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വെക്കുക. പിന്നെ അടുത്ത യൂസ് ചെയ്യുന്ന ചൂടുവെള്ളത്തിൽ കഴുകി നിങ്ങൾ നല്ല പ്രോപ്പറായിട്ട് ഒരു ക്ലോസ്ഡ് ഉള്ളൊരു പാത്രത്തിൽ എന്തിലെങ്കിലും ഇട്ടിട്ട് നല്ല പ്രോപ്പർ സേഫ്റ്റി ആയിട്ട് വെക്കുക. അതിനുശേഷം നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് ഒന്ന് കഴുകി കൊടുത്താൽ മതി.
അങ്ങനെയായിരുന്നു പീഡിയാട്രിഷ്യൻ എടുത്ത് പറഞ്ഞത്. ഓരോ ടൈമും സ്റ്റെറിലൈസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അതേ ഒപ്പീനിയൻ തന്നെയായിരുന്നു എൻ്റെ അടുത്ത് ലാക്ടേഷൻ, ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ലാക്ടേഷനും പറഞ്ഞിട്ടുണ്ടായത്. ഒരിക്കൽ നിങ്ങൾ കമ്പൽസറി ആയിട്ടും വാഷ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുക. നെക്സ്റ്റ് ടൈം ഒക്കെ ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിൻ്റെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പം യൂട്യൂബിലും കുറേ വീഡിയോസ് ഉണ്ട്. ഒരു ദിവസത്തിൽ ഒരിക്കൽ നിങ്ങൾ വാഷ് ചെയ്താൽ മതി, ഒരിക്കൽ നിങ്ങൾ സ്റ്റെറിലൈസ് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് ഷോർട്ടായിട്ട് ഞാൻ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഈ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം തന്നെ ഞാൻ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഒരു ദിവസത്തിൽ പമ്പിങ്ങോ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പമ്പിങ്ങിൻ്റെ പാർട്സും അതുപോലെ തന്നെ മൂക്ക് കൊടുക്കുന്ന പാത്രം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്തിനാ പമ്പ് ചെയ്ത പാല് പാത്രത്തിലാക്കി കൊടുക്കുന്നതെന്നല്ലേ. ഞാൻ മൂക്ക് സ്പൂൺ ഫീഡാണ് ചെയ്യാറ്. ഇപ്പോൾ വരെയായിട്ടും ഞാൻ ബോട്ടിൽ ഫീഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് ഇതുപോലെ തന്നെ പീഡിയാട്രിഷ്യനും ലാക്ടേഷനും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പൂൺ ഫീഡിംഗ് ആണ് ബെറ്റർ ഓപ്ഷൻ, അല്ലെങ്കിൽ പാലട ഫീഡിങ്. ബോട്ടിൽ ഫീഡിങ് ഇപ്പോഴേ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സ്പൂൺ ഫീഡിങ് ആയിരുന്നു ചെയ്തത്. ആദ്യം പാലട ഞാൻ ഫീഡ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മോള് അതിൽ പാല് കൊടുക്കുന്ന സമയത്ത് ഫേസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കളിക്കുമ്പം ചുണ്ടിനും അവിടെയൊക്കെ വായിക്കൊക്കെ തട്ടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പേടിച്ചിട്ട് ഞാൻ പാലട യൂസ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ സ്പൂൺ ഫീഡ് ആണ്, ഒരു ചെറിയ മഗ് ഉണ്ട് മൂക്ക് വെച്ചിട്ട്, ആ മഗ്ഗിൽ ഒരു സ്പൂണും കൂടി വെച്ച് അതിലേക്ക് പാലാക്കിയിട്ടാണ് ഞാൻ കോരി കൊടുക്കുന്നത്. ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ പെട്ടെന്നൊക്കെ തിരക്കിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യമുള്ളപ്പോഴൊക്കെ ഭയങ്കര ടൈം എടുക്കുന്ന ഇതൊരു പ്രൊസീജിയറാണ്. എന്നാലും ഞാൻ അവരങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ബോട്ടിൽ ഫീഡ് ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുന്നില്ല. ഒരു 2-3 ടൈംസിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട വന്നപ്പോൾ അത് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ കണ്ടിന്യൂസ് ബോട്ടിൽ ഫീഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പാത്രങ്ങൾ മൂക്ക് കൊടുക്കുന്ന ഈ ഒരു മഗ്ഗും സ്പൂണും അതുപോലെ തന്നെ പമ്പിങ് പാർട്സൊക്കെ ഞാൻ ഒരു ദിവസം രാവിലെ തന്നെ ഫുള്ളൊന്ന് ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ പമ്പിങ്ങിൻ്റെ പാർട്സൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാം ഫിക്സ് ചെയ്തിട്ടല്ലേ നമ്മൾ പമ്പ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് അഴിച്ച് മാറ്റി എല്ലാം റീഅസംബിൾ ചെയ്തിട്ട് ഓരോ പാർട്സായിട്ട് വേണം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാനും അതുപോലെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഓരോ പാർട്സ് അഴിച്ച് ഒരു വലിയ പാത്രത്തിൻ്റെ അകത്ത് ഈ ലിക്വിഡും ആ വെള്ളവും കൂടി ആഡ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഒരു സൊല്യൂഷനിലേക്കാണ് ഞാൻ ഈ ഓരോ പമ്പിങ്ങിൻ്റെ പാർട്സും നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കും. അതിനുശേഷം ഓരോന്നും എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യും. അപ്പോൾ ഞാനിതാ ഈ ഒരു പമ്പിങ്ങിൻ്റെ പാർട്സ് എല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഞാൻ ഫസ്റ്റ് ക്രൈയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇതിൽ നമ്മുടെ ബോട്ടിൽസിൻ്റെ നിപ്പിൾ കൂടി വാഷ് ചെയ്യാൻ വേണ്ടി ഒരു കുട്ടി ബ്രഷ് കൂടി വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു പാർട്ട് എത്താൻ പറ്റാത്ത സ്ഥലത്തെല്ലാം ഈ കുട്ടി ബ്രഷ് പോയിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കും. വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതാ ഈ ഒരു ഡയഫ്രം വാഷ് ചെയ്യുമ്പം. ഡയഫ്രം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പാല് ഇതിലൂടെ വന്നിട്ടാണ് പമ്പ് ചെയ്യുമ്പോൾ ബോട്ടിലേക്ക് സ്റ്റോർ ആവുന്നത്. അപ്പോഴത്തെ ഇതിൻ്റെ ഈ ഒരു അറ്റം ഇങ്ങനെ ക്ലോസ്ഡ് ആയിരിക്കും. പാല് വരുന്ന സമയത്ത് ആ ഒരു പ്രഷറിൽ പമ്പ് ചെയ്ത് വരുന്ന സമയത്ത് മാത്രമാണ് ഇത് ഓപ്പൺ ആകുന്നത്. നമ്മൾ ശരിക്കും വാഷ് ചെയ്യാൻ അറിയാതെ നമ്മൾ വിരലൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് കയറ്റി വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഓപ്പൺ ആയി പോകും. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ പമ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് ഈ ഒരു ഡയഫ്രം ആയിട്ട് വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെ. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു നിപ്പിൾ ബ്രഷ് ഇല്ലേ, ആ ഒരു നിപ്പിൾ ബ്രഷ് വെച്ചിട്ട് തന്നെ ലൈറ്റായിട്ട് സോഫ്റ്റായിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. ഹാഷായിട്ട് പെട്ടെന്ന് സഡനായിട്ട് അങ്ങനെ വാഷ് ചെയ്യരുത്, ഒന്ന് ജസ്റ്റ് പതുക്കനൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഒരു വലിയ പാത്രത്തിൻ്റെ അകത്ത് വെള്ളം വെച്ച് നല്ലോണം വെള്ളം തിളപ്പിക്കാൻ വെക്കും. വെള്ളം നല്ലോണം തിളച്ച് വരുമ്പം അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ബോട്ടിൽസും ഈ പമ്പിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കും, ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കും. അതിന് ശേഷം ഈ സ്റ്റെറിലൈസ് ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. നമ്മുടെ ഇതൊരു ഫ്ലാഞ്ചസും ഇത് ഡയഫ്രും ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വീഡിയോയെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഡെയിലി ആ ഒരു തിളക്കുന്ന 100 ഡിഗ്രി സെൽഷ്യസ് വാട്ടറിൽ നമ്മൾ ഡെയിലി തിളക്കുന്ന വെള്ളത്തിൽ ഈ 2 സാധനങ്ങളും ഇട്ട് എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സോ എന്തോ പോകും. പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രമേ നല്ല ചൂടുവെള്ളത്തിലിട്ട് സ്റ്റെറിലൈസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ്, അത്ര ചൂടല്ല, അങ്ങനത്തെ ഒരു വെള്ളത്തിൽ ഞാൻ ജസ്റ്റ് ഇട്ടിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാറാണ്, ജസ്റ്റ് ഒന്ന് ആക്കി എടുക്കാറാണ്. ഇതങ്ങനെ ഞാൻ എപ്പോഴും ആ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് ഞാൻ സ്റ്റെറിലൈസ് ചെയ്യാറില്ലേ. പിന്നെ ഇത് നമ്മൾ വാഷ് ചെയ്ത് സ്റ്റെറിലൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനൊരു പരന്ന പാത്രത്തിനകത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ആറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കും. ഒന്ന് കമിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെക്കും. വെള്ളമൊക്കെ പോയതിന് ശേഷം
നമ്മൾ നല്ലോണം ഡ്രൈ ആക്കണം. നമ്മളെ പമ്പിങ് പാർട്സ് ആയിക്കോട്ടെ ബോട്ടിലായിക്കോട്ടെ ഞാൻ കംപ്ലീറ്റ്ലി ഡ്രൈ ആക്കും. വെള്ളത്തിൻ്റെ ആ ഒരു അംശത്തോടെ ഞാൻ അങ്ങനെ പമ്പിങ്ങിന് ഉപയോഗിക്കാറില്ല. കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ പമ്പിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശേഷം പിന്നെ പമ്പിങ് ചെയ്യും. പമ്പിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിൽക്ക് ആ ബോട്ടിലിൽ തന്നെ സ്റ്റോർ ചെയ്യും. ഞാനൊരു ക്യാപ്പ് കാണിച്ചു തന്നിട്ടില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ആ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ പമ്പിങ്ങിൻ്റെ പാർട്സൊക്കെ നല്ലോണം നല്ല ചൂട് വെള്ളത്തിൽ ഒന്നുകൂടി നല്ല വൃത്തിക്ക് വാഷ് ചെയ്തിട്ട് ഒരു നല്ല പാത്രത്തിലിട്ടിട്ട് സേഫ്റ്റി ആയിട്ട് അടച്ചു വെക്കും. പിന്നെ നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് കഴുകി എടുക്കാറാണ് ചെയ്യുന്നത്. നമ്മൾ ബ്രസ്റ്റ് പമ്പിൻ്റെ വാഷിങ്ങും സ്റ്റെറിലൈസേഷനും ഒക്കെ കണ്ടു. നമ്മൾ ഡെയിലി എന്തായാലും ക്ലീൻ ചെയ്യണം കേട്ടോ. നല്ലോണം വാഷ് ചെയ്യണം. കാരണം കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്നതാണ്. ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള വേയിൽ നമ്മൾ വാഷ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യണേ. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞ മെത്തേഡ് എല്ലാവരും അതേപോലെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ആർക്കാണെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞത് പെട്ടെന്ന് അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് മക്കളെ കാര്യമാകുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പീഡിയാട്രിഷ്യനെ കൺസൾട്ട് ചെയ്ത് അവരുടെ അടുത്തൊന്ന് അഭിപ്രായം ചോദിച്ചിട്ട് അവർ ഈ ഒരു മെത്തേഡ് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇല്ല പീഡിയാട്രിഷ്യൻ എങ്ങനെ വാഷ് ചെയ്യാനാണ് അല്ലെങ്കിൽ എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാനാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണ്. നമ്മളെപ്പോഴും ഒരു പ്രോപ്പർ ഗൈഡൻസ് മസ്റ്റായിട്ടും എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് ആൾക്കാർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ആണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്